ഇളനീർ കുടിക്കാൻ ഇഷ്ടപ്പെടാത്ത ആരാ ഉള്ളത്? പ്രത്യേകിച്ച് ഈ കൊടും ചൂടിൽ. മനസ്സും ശരീരവും ഒരുപോലെ തണുപ്പിക്കാൻ ഇളനീരല്ലാതെ മറ്റൊരു പാനീയമുണ്ടോ? ഇളനീരിന് ഒരു വിപണി സാധ്യത ഇല്ലാതിരുന്ന കാലത്താണ് ആലപ്പുഴ മുല്ലയ്ക്കൽ ഇളനീർ പന്തൽ നടത്തുന്ന ഷാജഹാൻ ഇതിന്റെ കച്ചവടം തുടങ്ങിയത്. ഇളനീർ ഒരു ജനകീയ പാനീയമാക്കാനും അതിന്റെ വിപണി സാധ്യത ജനകീയമാക്കാനും ഷാജഹാൻ നടത്തിയ ഇടപെടലുകൾ ചെറുതല്ല. കേരളത്തിന്റെ ഈ ഇഷ്ടപാനീയത്തിന്റെ പ്രചാരണം ജനശ്രദ്ധ പിടിച്ചുപറ്റിയതിന്റെ പേരിൽ APJ അബ്ദുൽ കലാം റിസർച്ച് സെന്റർ ഷാജഹാന് ഒരു പുരസ്കാരം നൽകി ആദരിച്ചു. ഷാജഹാന്റെ കരിക്കു വിശേഷങ്ങളിലേക്ക്. എൻ്റെ പേര് ഷാജഹാൻ. ഞാൻ ആലപ്പുഴ മുല്ലക്കൽ സീറോ ജംഗ്ഷനിൽ ഒരു ഇളനീർ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കും. 40 വർഷം ആയി സ്ഥാപനം തുടങ്ങിയിട്ട്. ഈ സ്ഥാപനത്തിൻ്റെ പേര് ഇന്നലെ എനിക്കൊരു ദേശീയ അവാർഡ് കിട്ടി. അത് എന്നെ ജനം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള ഒരു ധാരണ എനിക്ക് ഇന്നലെയാണ് അതിനെപ്പറ്റി മനസ്സിലായത്. കാരണം ആൾക്കാർക്ക് ഉപയോഗമായ ഒരു പാനീയം, ദേശീയ പാനീയമായി അത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരുടെയും വരുന്നവരുടെയും പോകുന്നവരുടെയും എല്ലാം പറയുന്നത് നിങ്ങൾ കരിക്ക് ഉപയോഗിക്കണം, ബാക്കി കൊക്കക്കോള, പെപ്സി ഇതെല്ലാം നിർത്തുക. നമുക്ക് നമ്മുടേതായുള്ളൊരു പാനീയമാണ്, നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണപരമായ ഒരു സാധനം എന്നൊക്കെ കുറേ ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയും കൂടാണ്. ഇപ്പോൾ ഇന്നലെ എന്നെയും തേടി ഇങ്ങനൊരു പുരസ്കാരം വന്ന് അത് വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. ആദ്യം ഞാൻ അവിടെ ഒരു ചെറിയൊരു ജ്യൂസ് വെള്ളത്തിൻ്റെയൊക്കെ ഒരു പരിപാടിയായിട്ട് തുടങ്ങി. എനിക്ക് അങ്ങനെ ഒന്ന് തോന്നി, എനിക്കിങ്ങനെ ഈ ഒരു സാധനം മുന്നോട്ട് കൊണ്ടുവരണം, ഈ കരിക്കെന്ന് പറയുന്ന സാധനത്തിന് നമുക്കൊരു പ്രധാനം കൊടുക്കണം എന്ന് കണ്ടുകൊണ്ട് ഞാൻ ആദ്യമായി സ്വന്തമായി പോയി തെങ്ങയിൽ കയറി കരിക്ക് സൈക്കിളിൽ വെച്ച് കെട്ടി 4 കൊല കരിക്ക് കടയിൽ കൊണ്ടുവന്ന് വെച്ച് ഞാൻ കൊണ്ടുവന്ന് വെച്ച് ഒരു മണിക്കൂറിനകം ആ കരിക്ക് തീർന്നു. പിന്നെ ഞാൻ ആ കരിക്ക് കച്ചവടക്കാരനായി മാറുകയായിരുന്നു. എൻ്റെ ബിസിനസ്സിന് ഞാൻ ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് കരിക്കിലേക്കാണ്. ഇത് തുടങ്ങാനുള്ള കാരണം കർഷകരുടെ ഒരു പ്രശ്നങ്ങളും കൂടിയുണ്ട്. കർഷകർക്ക് ഒരു വകയും അവർ ഉൽപ്പന്നം ഇത് കൃഷി ചെയ്തിട്ട് അവർക്കൊരു പ്രയോജനമില്ല. തേങ്ങ ആക്കിക്കൊണ്ട് കൊടുത്താൽ വിലയില്ല. ഇത് അങ്ങനെ നോക്കുമ്പോൾ ഇത് 6 മാസം കൊണ്ട് തേങ്ങ ആകുന്നത് ഇത് 3 മാസം കൊണ്ട് നമുക്ക് കരിക്കാകുമ്പോഴത്തേക്ക് ആ കരിക്കിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാകുന്നുണ്ട്. അതുമല്ല, നമ്മൾ കരിക്ക് വെട്ടിയാൽ ഉടൻ ക്യാഷ് കയ്യിൽ കൊടുക്കുകയും അവരാരും തിരക്കി നടക്കേണ്ട, തേങ്ങ പൊതിക്കാൻ ആൾ വേണ്ട, ഇതൊന്നുമില്ല. തെങ്ങിൽ നിന്ന് നമ്മൾ തന്നെ ആളുമായി പോയി വെട്ടി ഇറക്കി താഴെ ഇറക്കി ഉടനെ കാശ് കൊടുത്ത് സാധനം എടുത്ത് കടയിൽ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്നതുകൊണ്ട് അവർക്കും വളരെ ഗുണമാണ്. അവരുടെ കാര്യങ്ങളും കൂടെ ഒരു ഇതെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ കരിക്ക് മേഖലയിലേക്ക് തുനിഞ്ഞത്. അത് കാരണം ഒരുപാട് ആൾക്കാർ തെങ്ങുകൾ വെക്കാനും കൃഷികൾ ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് വന്നിട്ടുണ്ട്. മിക്കൊരു ഓരോ കാര്യങ്ങൾ ചോദിക്കും, നിങ്ങളൊക്കെ വന്ന് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് പിടിച്ച് നിൽക്കുന്നുണ്ട്. മറ്റേത് തേങ്ങ പൊതിക്കാൻ ആൾ വേണം, സാധനം കൊടുത്തുവിടാൻ ആൾ വേണം. ഇപ്പോഴതൊന്നും അറിയണ്ട. തെങ്ങിൽ നിന്ന് നിങ്ങൾ വന്ന് ഇറക്കി കൊണ്ടുപോയി താഴെ ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ക്യാഷും തന്നു. ഇങ്ങനെയൊക്കെയുള്ള കർഷകർക്ക് ഏറ്റവും ഗുണകരമായ ഒരു കാര്യവും കൂടി. പിന്നെ അതല്ല, പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വിശ്വസ്തമായ ഒരു വെള്ളം കുടിക്കുക. പെപ്സി, കൊക്കക്കോള ഒക്കെ നമ്മളെല്ലാവരും കുടിച്ചിട്ടുണ്ട്, ഞാനും കുടിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു കരിക്ക് കുടിക്കുന്നതും ഒരു കോള കുടിക്കുന്നതുമായിട്ടൊന്ന് ഇത് ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കരിക്കെന്നുള്ള പാനീയം തന്നെ ആക്കണമെന്നാണ് എൻ്റെ ഏറ്റവും കൂടുതൽ ആവശ്യം. ഞാൻ ഇന്നലെ ഒരു വീട്ടിൽ പറവൂർ വീട്ടിൽ ഒരു സാറിൻ്റെ മേടിച്ചെന്ന് കരിക്ക് വെട്ടാൻ ചെന്നപ്പോൾ സാറ് പറഞ്ഞു, ഷാജഹാനെ കരിക്ക് വെട്ടിയെടുത്ത് കാശ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ന് അതിന് നാളെ പണിക്കാരെ നിർത്തിയിട്ട് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിക്കണം. മറ്റേത് നമ്മൾ തേങ്ങ കൊണ്ടിട്ട് പൊതിച്ച് ആളെ കൊണ്ടുവന്ന് എടുക്കാൻ ആൾക്കാരില്ല. ഇപ്പോഴും നിങ്ങൾ വരുന്നത് കൊണ്ട് ആ ക്യാഷ് എടുത്ത് നമുക്ക് പെട്ടെന്ന് അടുത്ത ഒരു തേയില കൃഷിക്ക് അത് ഉപയോഗപ്പെടുത്താൻ വളരെ ഗുണകരമായ ഒരു കാര്യമാണെന്നാണ് ഇന്നലെ ആ സാറ് എൻ്റെ ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു. കരിക്ക് നമുക്കിപ്പം ആലപ്പുഴ നമ്മൾ ടൗണിൽ ഒരുമാതിരിപ്പെട്ട വലിയ ആൾക്കാർ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെ നിന്നൊക്കെ നമ്മൾ വെട്ടുന്നുണ്ട്. പിന്നെ പോരാത്തത് നമ്മൾ പാലക്കാട് കമ്പത്തു നിന്നൊക്കെ കരിക്ക് നമ്മൾ എടുക്കാൻ തന്നെ മനസ്സില്ല. എന്നാൽ കടയിൽ സാധനം നമുക്ക് ഇവിടെ കിട്ടാത്തത് കൊണ്ട് അത് എടുക്കുന്നു. അത് നമ്മൾ പോയി വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു, പോയി എടുത്തുകൊണ്ട് കൊണ്ടുവരുമായിരുന്നു. ഇപ്പൊ പോകാൻ പറ്റുന്നില്ലെന്നത് യാത്രയിലേക്ക് ഇത്രയും ദൂരമൊക്കെ പോയി വരിക ഒരു വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവരിവിടെ നമുക്ക് സാധനം അയച്ചു തരുന്നു. സാധാരണപ്പെട്ടവരെല്ലാവരും എന്നോടൊപ്പം ഞാൻ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ആലപ്പുഴ ജില്ലയിൽ ഒരു കരിക്കിന്റെ സ്ഥാപനം പോലും ഇല്ലായിരുന്നു. ഞാനായിട്ട് തുടങ്ങി വെച്ച ഒരു സ്ഥാപനമാണിത്, കരിക്ക് മേഖല. ഞാൻ അങ്ങനെയാണ് എൻ്റെ കടയ്ക്ക് തന്നെ ഞാൻ ഇളനീർ പന്തൽ എന്നൊരു പേര് വരെ നാമനിർദ്ദേശം ചെയ്തത്. സാധാരണപ്പെട്ടവർക്ക് ഒരാളുടെ ഒരു കുടുംബം കഴിഞ്ഞു പോകാനാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഡെസ്കും ഒരു കത്തിയും
ഉണ്ടെങ്കിൽ സുഖമായ അരി മേടിക്കാനുള്ള മാർഗം അതിൽ നിന്നുണ്ടാകും.